ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും നിങ്ങളുടെ മുമ്പിൽ യേശുവിൻ്റെ വചനം കൊണ്ട് വരാൻ യേശു തന്ന ഭയങ്കര അനുഗ്രഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഈ ശുശ്രൂഷ കാണുന്ന നിങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നു, അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ വീടിനെ നോക്കി അനുഗ്രഹിക്കണം, നിങ്ങളുടെ സമ്പത്തിനെ നോക്കി അനുഗ്രഹിക്കണം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി അനുഗ്രഹിക്കണം. ഇന്ന് വരെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാത്തൊരു അനുഗ്രഹം കർത്താവ് ഈ വർഷം നിങ്ങൾക്ക് തരും. നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ യേശു ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ, കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് വരാം. ആര് യേശുവിനെ ഉയർത്തുന്നു അവരെ യേശു ഉയർത്തിയിരിക്കും. നമ്മളെ കർത്താവിൻ്റെ കൃപയിലേക്ക് വിളിച്ചത് നമ്മളൊരു കേവലം ഒരു വിശ്വാസിയായി വന്നിരിക്കാൻ അല്ല, മറിച്ച് നമ്മൾ യേശുവിനെ ഉയർത്തിപ്പിടിക്കാനാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ. നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നിങ്ങൾ യേശുവിനെ ഉയർത്തിയാൽ യേശു നിങ്ങളെ ഉയർത്താൻ തുടങ്ങും. 10 പേരോട് വർത്താനം പറഞ്ഞാൽ അതിനകത്ത് നീ പറയേണ്ട ഒരു ശബ്ദം യേശുവിനെ കുറിച്ചായിരിക്കണം. 4 പേര് കൂടിയിരിക്കുന്നിടത്ത് സംസാരിക്കാൻ നിനക്ക് അവസരം കിട്ടിയാൽ പറയേണ്ടത് യേശുവിനെ കുറിച്ചായിരിക്കണം. കാരണം യേശുവിനെ അറിഞ്ഞാൽ, യേശുവിനെ ഉയർത്തിയാൽ അവൻ നിന്നെ ഉയർത്തുക തന്നെ ചെയ്യും. വേദപുസ്തകത്തിൽ നിന്ന് നമുക്കൊരു നല്ല തിരുവെഴുത്ത് വായിക്കാം. എഫെസ്യ ലേഖനം, ഹല്ലേലൂയ, 3-ാം അധ്യായം 17 മുതൽ കർത്താവിന്റെ സ്തോത്രം 21 വരെയുള്ള വാക്യങ്ങൾ. എഫെഷ്യൻസ് ചാപ്റ്റർ 3 verse 17 to 21. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും അണ്ടർലൈൻ. ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണം. അടുത്ത വാക്യം, എന്നാൽ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിച്ചാൽ താഴെ പറഞ്ഞ കാര്യം നടക്കും. എന്നാൽ നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുവേശുവിലും എന്നേക്കും തലമുറയായും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. ആമേൻ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞ്. എഫെസ്യ ലേഖനം ലേഖനങ്ങളുടെ റാണി എന്നാണ് എഫെസ്യ ലേഖനത്തെ വിളിക്കുന്നത്. എഫെസ്യ ലേഖനം എവിടെ തുറന്നാലും ഈടുറ്റ സന്ദേശമാണ് എഫെസ്യ ലേഖനത്തിൽ കിടക്കുന്നത്. ഒരു ദൈവസഭയെ ഉറപ്പിക്കുവാൻ, ഒരു വിശ്വാസിയെ ഉറപ്പിക്കുവാൻ, പ്രാർത്ഥിക്കുന്ന ഒരുവനെ ധൈര്യപ്പെടുത്തുവാൻ പൗലോസ് എഴുതിയ കരുത്തുള്ള ലേഖനമാണ് എഫെസ്യ ലേഖനം. ഇതിനകത്ത് വന്ന് 1,00,000 പ്രസംഗമുണ്ട് ഇതിനകത്ത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അത് കുറവാണെന്ന് എനിക്ക്, നാതിക്കുള്ളിൽ പ്രസംഗമുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വാക്യത്തിലേക്കാണ് വരുന്നത്. കർത്താവിന്റെ സ്തോത്രം. വാക്യം ഇതാണ്, ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യാൻ കഴിയുന്നവൻ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? നീ ചോദിക്കുന്നതിലും നീ ആഗ്രഹിക്കുന്നതിലും അല്ലെങ്കിൽ ചിന്തിക്കുന്നതിലും അധികം ചെയ്യാൻ കഴിയുന്ന കർത്താവ്. എന്നോട് കർത്താവ് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു, ചില ചോദ്യങ്ങൾക്ക് കർത്താവ് ആൻസർ തരാൻ പോവാ. നീ കഴിഞ്ഞ 10 വർഷമായി ചോദിക്കുന്ന വിഷയത്തിന് കർത്താവ് നിനക്ക് മറുപടി തരാൻ പോകുകയാ. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു അധികാരത്തെയാണ് ഈ വാക്യം വെളിപ്പെടുത്തുന്നത്. അതിന്റെ മുമ്പിൽ നമ്മൾ ചെയ്യേണ്ട 2-3 കാര്യങ്ങൾ പൗലോസ് ശ്ലീഹ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. കർത്താവിന്റെ സ്തോത്രം. വായിച്ച എഫെസ്യ ലേഖനം 3-ാം അധ്യായം 17-ാമത്തെ വാക്യം.
ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം ഒരു നൽകി. ഹല്ലേലൂയ പറഞ്ഞാട്ട്. നെഞ്ചത്തോട്ട് കൈവച്ചവരാ, ക്രിസ്തു വിശ്വാസത്താൽ എന്റെ ഹൃദയത്തിൽ വസിക്കണം. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. എങ്ങനെയാണ് യേശു ഒരാളിൽ വസിക്കുന്നത്? നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ആകാശത്തെ സൃഷ്ടിച്ചവൻ, ഭൂമിയെ സൃഷ്ടിച്ചവൻ, ഭൂമിയിലെ പൂഴി നാഴി കൊണ്ട് അളക്കുന്നവൻ, നക്ഷത്രങ്ങൾക്ക് പേരിട്ടവൻ, പർവ്വതത്തെ വെള്ളിത്തുലാസിൽ തൂക്കിപ്പിടിക്കുന്നവൻ, അവൻ എങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ വസിക്കും? പഴയ നിയമം മുഴുവൻ പർവ്വത മുകളിൽ ഇറങ്ങി വരുമ്പം പർവ്വതം വിറപ്പിക്കുന്ന ദൈവത്തെയാണ് ന്യായപ്രമാണം വെളിപ്പെടുത്തുന്നത്. പുതിയ നിയമത്തിലെ ദൈവം വിറപ്പിക്കുന്ന ദൈവമല്ല, കീറിക്കളയുന്ന ദൈവമല്ല, ഞെക്കിക്കൊല്ലുന്ന ദൈവമല്ല, മറിച്ച് സ്നേഹിക്കുന്ന കർത്താവാ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ബൈബിൾ പറയുക, ആ യേശു നിന്റെ ഹൃദയത്തിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്.